ഇനി കൊച്ചിയിലേക്കാണ് പോകേണ്ടത്. അവിടെ അരുൺ ആലത്തൂർ റെഡിയാണ്. അരുൺ കൊടുങ്ങൂർ റെഡിയാണ്. അരുൺ, ക്രൈസ്തവ വോട്ടുകൾക്ക്, ക്രൈസ്തവ വിഭാഗങ്ങൾക്ക് വലിയ സ്വാധീനമുള്ള ഒരു ജില്ല. അവിടെ വലിയ പ്രതീക്ഷകൾ ഉണ്ട്. യഥാർത്ഥത്തിൽ കൊച്ചി എന്ന് പറയുന്നത് വലിയൊരു രാഷ്ട്രീയ കേരളത്തിൻ്റെ ശ്രദ്ധാകേന്ദ്രമാണ്. 2020 NDAയുടെ ഭാഗമായിരിക്കുകയാണ്. അവിടെ അവരുടെ സ്ഥാനാർത്ഥികൾ കളം പിടിച്ചു കഴിഞ്ഞിരിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. നമ്മൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുനമ്പത്ത് കണ്ടതാണ്. ക്രൈസ്തവ വോട്ടുകൾ ആരുടെ കൂടെ നിൽക്കുന്നുവെന്ന് മുനമ്പത്തെ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ആ വോട്ടുകൾ കൂടി ആ മേഖലകളിലേക്ക് കൂടി കടന്നു കയറാനാകുന്ന വിധത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളാണ് NDA നടത്തിയിരിക്കുന്നത്. അവിടെ എങ്ങനെയാണ് BJPയുടെ പ്രതീക്ഷകൾ, അതുപോലെ മറ്റു മുന്നണികൾ എവിടെയൊക്കെയാണ് അവരുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, അവരുടെ വിജയ സാധ്യതകൾ കൂടി? തീർച്ചയായും കൊച്ചിക്ക് ഉപരിയായി മധ്യകേരളത്തെ സംബന്ധിച്ചോളം ഒരു തീപാറുന്ന ത്രികോണ മത്സരത്തിൻ്റെ എല്ലാ വീറും വാശിയും ഓരോ മണ്ഡലങ്ങളിലും പ്രകടമാണ്. പ്രത്യേകിച്ച് NDAയുടെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു വലിയ അടിത്തറയോടെയുള്ള ഒരു സംഘടനാ സംവിധാനമാണ് ഇപ്പോൾ NDAയ്ക്ക് ഉള്ളത്. പ്രത്യേകിച്ച് 2020യുടെ കടന്നുവരവൊക്കെ NDAയ്ക്ക് വലിയ ഗുണം ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തായാലും ചരിത്രത്തിലെ ഏറ്റവും വലിയ പോരാട്ടത്തിലേക്ക് ഈ കഴിഞ്ഞ ഒരു മാസത്തോളമായി ഏറ്റവും വലിയ പോരാട്ടത്തിൻ്റെ ചൂടായിരുന്നു ഈ മണ്ഡലങ്ങളിലൊക്കെയും ഉണ്ടായിരുന്നത്. നേരത്തെ നീലിമ ചോദിച്ച പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ക്രൈസ്തവ സഭകളുടെ ഒരു നിലപാട് തന്നെയാണ്. അത് നമുക്കറിയാം. കുറച്ച് മുന്നോട്ട് ചിന്തിച്ച് നോക്കുമ്പോൾ ആദ്യം ഈ നാർക്കോട്ടിക് ജിഹാദ് അല്ലെങ്കിൽ ലവ് ജിഹാദ്, ഈ ഒരു രണ്ട് വിഷയങ്ങൾ, ആ ഒരു വിഷയങ്ങൾ ക്രൈസ്തവ സഭകൾ സമൂഹത്തിൻ്റെ വിവിധ തലത്തിലേക്ക് ചർച്ചയുമായി വന്നപ്പോൾ അത് ഒരു യാഥാർത്ഥ്യമാണ് എന്ന് അവർ തുറന്നു പറഞ്ഞപ്പോൾ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ, വൈദിക ശ്രേഷ്ഠർ നേരിട്ടുകൊണ്ടിരുന്ന ആ വലിയ പ്രഹരം എന്തൊക്കെയായിരുന്നു എന്ന് സാക്ഷര കേരളം കണ്ടതാണ്. അതോടൊപ്പം തന്നെ പള്ളിക്ക് ഉള്ളിൽ നടത്തിയ പ്രസംഗങ്ങൾ പോലും വലിയ വിവാദമാക്കുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് പോയിരുന്നു. പ്രത്യേകിച്ച് പാലാ പിതാവിൻ്റെ ആ ഒരു പരാമർശം, നാർക്കോട്ടിക് ജിഹാദ് എന്നുള്ള ആ ഒരു വലിയ പരാമർശം, അത് കേരളത്തിൽ എത്രത്തോളം വലിയ സ്വാധീനമുണ്ടാക്കിയെന്ന് നമുക്കറിയാം. പക്ഷേ ആ ഒരു വിഷയത്തിൽ പാലായിലുണ്ടായ കോലാഹലങ്ങളൊക്കെ തന്നെയും നമ്മൾ കണ്ടതാണ്. അവിടെ ഉണ്ടായിരുന്ന അക്രമ സംഭവങ്ങളിലേക്കൊക്കെ തന്നെ പോകാനും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ അഭിപ്രായം തുറന്നു പറയുന്ന വൈദിക ശ്രേഷ്ഠരെ ഏറ്റവും മോശമായ രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് അവർക്കെതിരെ പരസ്യമായി പോർവിളി നടത്തിക്കൊണ്ട് ഒരു മതവിഭാഗം രംഗത്തെത്തുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. പക്ഷേ അവരൊക്കെ തന്നെ ആ നിലപാടിൽ ഉറച്ചു നിന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ ഈ പാലായും കാഞ്ഞിരപ്പള്ളിയും അടക്കം അതോടൊപ്പം തന്നെ പൂഞ്ഞാറും അടക്കമുള്ള മണ്ഡലങ്ങളിൽ കൂടി ഈ ഒരു വിഷയം സജീവ ചർച്ചയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അന്ന് തങ്ങൾക്കൊപ്പം ആരാണ് നിന്നത്, തങ്ങളെ സംരക്ഷിക്കാൻ ആരാണ് ഉണ്ടായിരുന്നത്, തങ്ങൾക്ക് പിന്തുണയേകിക്കൊണ്ട് ആരാണ് ഓടിയെത്തിയതെന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. പക്ഷേ ഇടത് വലത് മുന്നണികളുടെ നേതാക്കൾ അവിടെ ഉണ്ടായിട്ട് പോലും കൃത്യമായി തന്നെ ആ ബിഷപ്പിന് അല്ലെങ്കിൽ പിതാവിന് പിന്തുണ അർപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ള ഏറ്റവും ദുഃഖകരമായ ഒരു വസ്തുത കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ചയാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊക്കെ തന്നെ മധ്യ കേരളത്തിൽ ഒരു പ്രധാന ചർച്ചയാകുന്നുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ നേരത്തെ നീലിമ സൂചിപ്പിച്ച പോലെ തന്നെ മുനമ്പം വിഷയം, അത് രാജ്യത്ത് തന്നെ ഏറ്റവും ചർച്ചയായ ഒരു വിഷയമാണ്. അവിടെ കുടുംബങ്ങൾ അനാഥമായി പോകുന്ന, ജനിച്ച മണ്ണിൽ നിന്നും ജീവിക്കാനായി അവർ നെട്ടോട്ടം ഓടുന്നൊരവസ്ഥയിലേക്ക്, ആരുമില്ലാതെ ഇറക്കി വിടുന്നൊരവസ്ഥയ്ക്ക്, ആ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അവിടെ ആരാണ് ഇവർക്ക് പിന്തുണയായി നിന്നത് എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. മുനമ്പം ജനതയെ ആരായിരുന്നു ആശ്രയമായിരുന്നത്, അവർക്ക് കൈത്താങ് ആരായിരുന്നു എന്നുള്ള ഒരു വലിയ ചോദ്യമുണ്ട്. അങ്ങനെ ക്രൈസ്തവ മേഖല BJPയോട് വളരെ അടുപ്പം പുലർത്തുന്ന ഒരു മേഖല കൂടിയാണ് കൊച്ചി. അവിടെ വഖഫ് ബോർഡിൻ്റെ പ്രശ്നം വന്നപ്പോൾ ആരാണ് അവിടെ അവർക്കൊപ്പം നിലകൊണ്ടത് എന്നുള്ള വലിയ ചോദ്യം ഉയർത്തുകയാണ് ഈ സമയം. മാത്രവുമല്ല, സെൻറ്റ് റീത്താസ് സ്കൂളിൽ നടന്ന ഹിജാബ് വിഷയം, ആ ഹിജാബ് വിഷയമുണ്ടായപ്പോൾ ഇടത് വലത് മുന്നണികൾ അതുമായി ബന്ധപ്പെട്ട് ഒന്ന് അപലപിക്കുക പോലും ചെയ്യാതെ, അവരോടൊപ്പം നിൽക്കാതെ ചില വിധ്വംസക ശക്തികൾക്കൊപ്പം, മതഭീകര ശക്തികൾക്കൊപ്പം നിലകൊള്ളുന്ന കാഴ്ചയാണ് കണ്ടത്. അതൊക്കെ ക്രൈസ്തവ ജനതയുടെ മനസ്സിലുണ്ട്. പക്ഷേ FCRIയുടെ പേരൊക്കെ പറഞ്ഞ് ചില കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കാൻ ചില ശ്രമങ്ങളൊക്കെ നടന്നു. പക്ഷേ വളരെ കൃത്യമായി കേന്ദ്ര സർക്കാർ ക്രൈസ്തവ സഭാ അധ്യക്ഷന്മാരെ ആ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുമ്പോൾ FCRIയെ സംബന്ധിച്ച് വലിയൊരു ആശങ്ക ക്രൈസ്തവ ജനവിഭാഗത്തിന് ഇല്ല എന്ന് കാണേണ്ടിയിരിക്കുന്നു.